നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് അധ്വാനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പെണ്ണ് കിട്ടത്തില്ല അവർക്കൊന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ തന്നെ കൂലിപ്പണിയാണ്. അത് മാത്രവുമല്ല സ്ഥിരമായിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വെയിലിനോടും മണ്ണിനോടും കല്ലിനോടൊക്കെ പിന്നെ കഷ്ടപ്പെടുന്നവനാണ്. ഇനി ഗൾഫുകാരാണെങ്കിൽ അവൻ ഗൾഫിലുള്ളവനാണ്, അവനെ കൂട്ടി പോകാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ പെണ്ണ് 2 കൊല്ലം നിൽക്കേണ്ടി വരും ഇവനെയും കാത്തിട്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും നമ്മുടെ നാട്ടിൽ പെണ്ണില്ല. ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാർക്കും പിന്നെ ഒരു പണിയും എടുക്കാതെ കഞ്ചാവും MDMA-യും ABCD-യും NDA-യും ഇതൊക്കെ അടിച്ച് നടക്കുന്ന ടീമിന് മാത്രമാണ്. പിന്നെ ഇപ്പം കുറച്ച് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ത്രീകൾ അങ്ങോട്ടങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഊളേൻ്റെ കൂടെ പോയിട്ട് കുറച്ച് കാലം താമസിക്കുക, അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അവൻ എന്നെ ചതിച്ചേ, അവൻ എന്നെ പറ്റിച്ചേ, അവൻ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന കുറച്ച് ഊളകളെ. ഇപ്പം 2 ദിവസമായിട്ട് നമ്മളൊരു ചാനലിൽ ഒരു സ്ത്രീ, ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ പറയണ്ടേ, ഏതൊരു കുടുംബത്തിലായിരിക്കും. അതിൻ്റെ അച്ഛനും അമ്മയൊന്നും ഇല്ലടേ ചോദിക്കാനും പറയാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ഏതായാലും ആ സ്ത്രീ വന്നിട്ട് ഞാനൊരു ഹോം നേഴ്സായിരുന്നു, എന്നെ ഇതുപോലെ ചതിച്ചു, എന്നെ പറ്റിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഈ ഉമ്മ വെക്കുന്നതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതായത് ആദ്യം പെങ്ങളെ പോലെയാണ്, പിന്നെ ഭാര്യയെ പോലെയാണ്, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. അതായത് ഒരു അത്തും വിത്തും പോലെയാണ് ഇവൾ പറയുന്നത്. എന്താ പറയുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അതായത് ഓരോ ചാനലിൽ വന്നിട്ട് ഓരോ കഥകളാണ് പറയുന്നത്. ഞാൻ വേറെ ആരെയല്ല പറയുന്നത്. ഒരു അച്ചായൻ എന്ന് പറയുന്ന ഒരുത്തൻ, അവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ ചേട്ടാണ്. ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് പരച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികേടായിട്ട് ഒരുത്തൻ്റെ പിന്നെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ കാണിച്ചു കൊടുക്കുക, ഉമ്മ വെക്കുന്നത് ഫോട്ടോ എടുക്കുക. ഇപ്പോഴതെല്ലാം പുറത്ത് വിട്ടപ്പോൾ ഇവർക്ക് ചൊറിച്ചൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വന്നിട്ട് ആ മനുഷ്യൻ, അതായത് ഈ അച്ചായൻ എന്ന് പറയുന്നവനെ നല്ല രീതിയിൽ നെഗറ്റീവ് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ടീമുകളും കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ അച്ചായൻ എന്ന് പറയുന്നവൻ്റെ അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ പിരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പ്രമുഖരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊയ്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രമുഖരെല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ഇവർക്കെന്തോ ഈ അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുറകിൽ വരുന്നുണ്ട്. അതായത് ഇയാളുടെ തട്ടിപ്പുകൾ, ഇയാൾ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ പല സ്ത്രീകളും ഇയാളെ പറ്റിയിട്ട് വിളിച്ചു പറയുന്നു. ഇതൊക്കെ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ഇവന്മാരെന്ന് പറഞ്ഞാൽ മാളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, സോഷ്യൽ മീഡിയയിൽ താരമാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോളോവേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അടുത്ത് കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പം എല്ലാവരും വെലിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നെ പിന്നെ എന്താ പറയുക സ്ത്രീകളെ, അതായത് ഇവളെ പോലെയുള്ള അതിനെയാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഈ തലയും പാലും ഇല്ലാതെ പോയിട്ട് അങ്ങ് കയറി കൊടുക്കരുത്. അതായത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ അതിലൊരു നല്ലവൻ ഉണ്ടാവുമല്ലോ, അവൻ്റെ കൂടെ പോയിക്കോളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, പെണ്ണ് കിട്ടാതെ ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ട് പെണ്ണ് അന്വേഷിച്ചിട്ടും ആരും കൊടുക്കാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി അവൻ്റെ കൂടെങ്ങാറ്റം പോയിട്ട് ഒരു നല്ല ജീവിതം അവന് കൊടുക്കാൻ നോക്കും. അല്ലാതെ ഇങ്ങനെയുള്ള കൂതറ പണിക്ക് പോയിട്ട് എന്ത് ജീവിതമാണ് നിങ്ങളുടേതൊക്കെ? തൽക്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈറലാകും. അതുപോലെ തന്നെ 10 ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കും. ഇതൊക്കെയാണ് നിങ്ങളുടെ ആവശ്യമെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാലും നിങ്ങളൊരു കാര്യം പിന്നെ ആലോചിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അവനിപ്പം വേറെ കിട്ടിയില്ലേ? അവന് ഇത് നിങ്ങളെയും വെച്ചോണ്ടിരുന്നു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഇപ്പോൾ വേറെ കെട്ടുകയും ചെയ്തു. ആ കെട്ടുമ്പോഴുണ്ടായ ഒരു ചൊറിച്ചലാണ് നിങ്ങൾക്ക് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. എനിക്കും അതിനെയാണ് തോന്നിയിരിക്കുന്നത്. അതായത് അയാളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് ഇപ്പം പിന്നെ 24 മണിക്കൂർ ഇങ്ങനെ ഉമ്മ വെച്ച് കളിക്കലാണ്. അപ്പോൾ ആ ഉമ്മ വെച്ച് കളിക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ ഉമ്മ ഇവിടെയല്ലേ എനിക്ക് കിട്ടിയത്, അപ്പോഴും വന്ന് കരഞ്ഞ് പറയാൻ തുടങ്ങി, അയ്യോ എന്നെ ഉമ്മ വെച്ചിരുന്നേ, എന്നെ പീഡിപ്പിച്ചിരുന്നേ, എൻ്റെ പൈസ പോയിരുന്നേ. 3.5 കോടി രൂപ പോയി ഇന്നലെ പറഞ്ഞത്. ഇന്ന് 2 കുറഞ്ഞിട്ട് 3500 ആയിട്ടുണ്ട് കേട്ടാ. ഒരു കാര്യം പറഞ്ഞു, അതായത് ഹോം നേഴ്സായിട്ട് പോകുന്നതാണ്, എൻ്റെ 3.5 കോടി തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ഈ 3.5 കോടി പോയിട്ട് ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ഹോം നേഴ്സായിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ബായിക്ക് വന്നതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഈറ്റുകളെല്ലാം കൂതറകളാണ്. അതായത് ഒരെണ്ണം പോലും നല്ലയില്ല. ഈ അച്ചായനായാലും ശരി, ഈ സ്ത്രീ ആയാലും ശരി, ഇവറ്റകളെല്ലാം കൂതറകളാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ സൂക്ഷിച്ചോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കൂറകളുടെ കൂടെ പോകുന്ന ചില എംബോക്കികളുണ്ട്. അതായത് പിന്നെ പറഞ്ഞു വരരുത്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഇഷ്ടത്തിലല്ലേ പോകുന്നത്, പിന്നെ പറഞ്ഞിട്ട് എന്നെ ഉമ്മ വെച്ചു, എന്നെ അവിടെ പിടിച്ചു, എന്നെ അവിടെ ഞെക്കി. എല്ലാവരുടെയും ആഗ്രഹം എന്നെ ഭാര്യയാക്കണമെന്നാണ്. ഇവൻ്റെ കൂട്ടുകാരുടെ ആഗ്രഹം എന്നെ ഭാര്യയാക്കണമെന്നാണ്. അതായത് ഇവൻ മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. എന്താണെന്ന് വെച്ചാൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ എന്ത് ചെയ്തു, കൂടെ അങ്ങ് കൂട്ടി, പോകുന്ന അടുത്തൊക്കെ കൂട്ടി. അവിടെ നിന്ന് ആരുടെ ഭാര്യയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മറ്റേ ഈ ജഗതി ഈ വഴി പറഞ്ഞു കൊടുത്തില്ലേ, ഇതേപോലെയാണ്. അങ്ങോട്ടുള്ള വഴിയാതാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത പോലെ. ആരുടെ ഭാര്യയാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ഇങ്ങനെ ചൂണ്ടും, മറ്റാൾ ഇങ്ങനെ ചൂണ്ടും, ഇങ്ങനെയായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും മോച്ച പറഞ്ഞതെന്ന് പറഞ്ഞ വീഡിയോ ചേരുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ.
അതായത് അമ്മാതിരി കൂതറകൾ. ഇതുകൊണ്ട് ഈ പിന്നെന്താ പറയുക, ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അവരെ പറയിക്കുകയല്ലാതെ അവരെ പറയിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ എന്താണ് പറയുന്നത്? അയ്യോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ, അയ്യോ ഞങ്ങൾക്ക് അത് വേണേ ഇത് വേണേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ സമ്മതിക്കാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലെന്ന് പറഞ്ഞാൽ മറ്റും കയറി തൊടത്തില്ല അവർ. അതായത് സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രമേ തൊടത്തുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ കൈ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതത്തിൽ തൊടാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഉമ്മ വെക്കുന്നവരിങ്ങനെ കാത്തിരുന്നു പറഞ്ഞത് എപ്പോഴാണ് ഉമ്മ വെക്കുക മനസ്സിലാക്കണം നിങ്ങൾ. അയ്യോ എനിക്ക് കഷ്ടം തോന്നിപ്പോയായിരുന്നു. കാരണം ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരു മുത്തച്ഛനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരേ കുട്ടികളും ഇതാണ് ഞാൻ കാണുന്നതാണ്. ഇയാൾ എന്ത് കോപ്രായത്തിനെ കാണിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തൊരു കോപ്രായം ഇയാൾ കാണിക്കുന്നത്? ഒരു മനുഷ്യനാണ് ഇയാളെല്ലാം. ഇതുപോലെ ജീവിച്ചിട്ട് ഈ ഊളത്ത് എന്ത് കിട്ടാനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ഇനിയും പോകാനിരിക്കുന്നവർക്കും, അതായത് ഈ ഇൻസ്റ്റഗ്രാം റീൽ കണ്ടിട്ടും അതുപോലെ അതിൻ്റെ സ്റ്റോറി കണ്ടിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഫെയിമിൽ നടക്കാം എന്ന് കണ്ടിട്ടും പിന്നെ അവൻ വലിയ പണക്കാരനാണെന്ന് വിചാരിച്ചിട്ട് പോകുന്ന കുറേ ടീമുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ കൂടെ കൂടിയിട്ട് ABCDക്കും MDMA ഇങ്ങനെയെല്ലാം പഠിച്ചിട്ടൊന്നും നടക്കരുത്. അത് നിങ്ങളെ ലൈഫ് പൊഞ്ഞാട്ടിയായി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവനൊന്നും അവനൊന്നും സംഭവിക്കാനില്ല. അതായത് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് എന്ത് പറഞ്ഞിട്ടും അവനൊന്നും സംഭവിക്കാനില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, പോയിട്ട് കേസ് കൊടുക്കുക. അതല്ലേ വേണ്ടത്. ഇത് അയാൾ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് കേസ് കൊടുക്കാമല്ലോ. അപ്പോൾ അയാൾ പറയുമല്ലോ കാര്യങ്ങൾ. അയാൾ പറയും, അത് ഉറപ്പായിട്ട് പറയും. അവിടെ കിടന്നിട്ട് പിന്നെ എരിവിരി കൊണ്ടിട്ട് കാര്യമില്ല. നിങ്ങളെ കയ്യിൽ സത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഏറ്റെടുക്കുകയുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ത്രീ എന്നുള്ള എന്താ പറയുക, അത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അയാൾ മാത്രമാണ് കുറ്റക്കാരൻ, അയാളാണ് എന്നെ എല്ലാം ചെയ്തത് എന്നുള്ള തരത്തിൽ ഇതുപോലെ ചാനലുകൾ മുഴുവൻ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ തന്നെയാണ് അവിടെ താഴ്ന്നു പോകുന്നത്. അല്ലാതെ ആ മനുഷ്യനെ പറ്റി ഒരിക്കലും താഴ്ന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളിപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം കെട്ടിയിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെയും കിട്ടും, എന്നേരം ഈ സ്ത്രീ വരും, അപ്പോഴേക്കും വേറെ കിട്ടും, അപ്പോഴേക്കും ആ സ്ത്രീ വരും. ഇങ്ങനെയാണ് അയാളുടെ ജീവിതം, അങ്ങനെയാണ്. അല്ലാതെ അയാളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്നവനാണെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുമാത്രവുമല്ല, അയാളെ ചില ബന്ധുക്കൾ വന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേ അയാൾ ഇതുപോലെ അങ്ങനെ അങ്ങ് പോകുന്നൊരു ടീമാണ്. അല്ലാതെ ഒരു കുടുംബവുമായിട്ട് ജീവിക്കാനോ കുട്ടികളായിട്ട് ജീവിക്കാനോ ഒന്നും അയാൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവൻ്റെയൊക്കെ വലയിൽ പോയി ചാടുന്നവരെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോളാം. ഇതുപോലെ ഇൻസ്റ്റഗ്രാം റീലും അതുപോലെ തന്നെ ഇവൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് ഇവൻ അടിമയായിട്ട് ജീവിക്കുന്ന ചില ടീമുകളുണ്ട്. അതായത് ഇവരെയൊക്കെ പരിചയപ്പെടണം, ഇവരുടെ അടുത്തൊന്ന് നിൽക്കണം, ഇവരുടെ അടുത്തൊന്ന് ആ വണ്ടിയിലൊന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ കരുതുന്ന ഒരുപാട് ടീമുകളുണ്ട്. എൻ്റെ മക്കളെ മിന്നുന്നതൊന്നും പൊന്നല്ല. ഇവന്മാരെ ഈ വീഡിയോയിൽ കണ്ടിട്ട് പോയിട്ട് കയറി ചാടി കൊടുക്കരുത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പോഴെന്ന് പറയുന്നത് കുറേ എണ്ണമുണ്ട് ഇതേപോലെ. അതായത് കുറേ മറ്റേമാറും എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, പിന്നെ പീഡന കേസിലും പോക്സോ കേസിലും ഒക്കെ അകത്ത് പോയി കിടന്ന ടീമുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനവനെ സൂക്ഷിക്കുക. അല്ലാതെ ഇവൻ്റെ ഒന്നും വായിൽ കൊണ്ടുപോയിട്ട് അണ്ണാക്കിൽ പൈസ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ വന്ന് വിളിച്ചു കറച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നല്ല കുട്ടികളുണ്ടാവും, നല്ല കല്ലിൻ്റെ പണിയും മറ്റേ പണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, നാടൻ പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന അന്തസ്സുള്ള കുട്ടികളുണ്ട്. അവരെടുക്കാൻ പോകുക നിങ്ങൾ, അവർക്കൊരു ജീവിതം കൊടുക്കുക. അത്രേ എനിക്ക് പറയാം. നന്ദി, നമസ്കാരം.